ഇസ്ലാമിക് ടെറർ ഇവിടെ ഉണ്ടാവുന്നു. ഓക്കെ, ഓക്കെ. അപ്പോൾ അതിൻ്റെ മറുപടി എന്താണ്? മറുപടി എന്ന് പറയുന്നത്, അതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്, അതിന് വേണ്ട പരിഹാരം എന്താണോ വേണ്ടത് അത് ചെയ്യാന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള പരിഹാരങ്ങൾ. യെസ്, അതൊരു നല്ല പോയിന്റ് ആണ് ആക്ച്വലി. കാരണം പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന എന്താണ്, ആ പരിഹാരങ്ങൾ നടത്തേണ്ട ആളുകൾ അവരാദ്യം ചെയ്യുന്ന ഫെയിലിയർ, അവർക്ക് ആദ്യം പറ്റുന്ന ഫെയിലിയർ എന്ന് പറയുന്നത് ഫെയിൽ ടു അഡ്രസ് ദ ഇഷ്യൂ. അതിനെ പേരെടുത്ത് വിളിക്കാൻ പോലും അവർക്ക് പറ്റുന്നില്ല. ഇസ്ലാമിക് ടെറർ എന്ന് പോലും വിളിക്കാൻ പറ്റുന്നില്ല അവർക്ക്. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നിടത്ത് തുടങ്ങി പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ എങ്ങനെ ഇവർക്ക് ഈ പ്രോപ്പറായിട്ട് ഡീറാഡിക്കലൈസേഷൻ നടത്താൻ പറ്റും? പിന്നെ അവർക്ക് എങ്ങനെ ഇതിൻ്റെ യഥാർത്ഥ അന്വേഷണങ്ങൾ നടത്തി മുന്നോട്ട് പോകാൻ പറ്റും? അത് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് പിന്നെ എത്തുന്നത് എവിടെയാണ്? ഇത് ഈ എക്സ്ട്രീം റൈറ്റ് വിങ് ആളുകളുടെ കയ്യിലേക്കാണ്. അവർ പിന്നെ അവിടെ പിന്നെ സംഭവിക്കുന്ന എന്താണ്, അവരുണ്ടാക്കുന്ന കുറേ ഒച്ചയും ബഹളമുണ്ട്, അതാണ് പിന്നെ ലൗഡായിട്ട് കേൾക്കുക. അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ട പരിഹാര ക്രിയകൾ അല്ലെങ്കിൽ അതിനുവേണ്ട അഡ്രസ്സ് ചെയ്യേണ്ട വിഷയങ്ങൾ ഇതെല്ലാം അപ്പോഴും അൺഅഡ്രസ്ഡ് ആയിട്ട് അവിടെ കിടക്കും, അൺഅഡ്രസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്.